നമുക്ക് ഫോക്കസ് ഏരിയ വെച്ചിട്ട് ഡയമെൻഷണൽ അനാലിസിസ് എന്ന ഒരു പാർട്ടാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. SI യൂണിറ്റ് സിസ്റ്റം വരെ മതിയായിരുന്നു. ഞാൻ പാരലാക്സ് മെത്തേഡ് വരെ കഴിഞ്ഞ പാർട്ട് പറഞ്ഞിട്ടുണ്ട്. പാരലാക്സ് മെത്തേഡ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുമെങ്കിൽ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ കൂടി നിങ്ങൾ ചെയ്ത് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഭാഗമാണ് പാരലാക്സ് മെത്തേഡ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഡയമെൻഷണൽ അനാലിസിസ് ആണ്. വളരെ സിമ്പിളായൊരു ഭാഗമാണ്. ആ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ പ്രാവശ്യത്തെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതേപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഏറ്റവും ബേസിക് ആയ ക്വാണ്ടിറ്റീസാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാലോ രണ്ടോ അതിലധികമോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് കൂടി ചേർന്നുണ്ടായതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമവാക്യം ചെയ്തൂലേ, LHS = RHS എന്നുള്ള രീതിയിലേക്ക് നമ്മളാക്കി കൊണ്ടുവരിക. ഇപ്പോൾ ഈ ഒരു LHS നമുക്കൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം. ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിലുള്ള എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തെഴുതുക, RHS ആക്കി നമ്മൾ എടുത്തെഴുതുക. ഇപ്പോൾ LHS ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതിലെ ആ ഒരു ഡിറൈവ് ക്വാണ്ടിറ്റി, അങ്ങനൊരു ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്യാൻ അതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എഴുതുക ആണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതിൽ കൂടുതൽ സിമ്പിളാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇത്രയും മാക്സിമം സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ LHSനെ നമ്മളൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തു, RHSനെ നമ്മളൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക. LHS ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും മാസ്, ലെങ്ത്ത്, ടൈം എന്നുള്ള രീതിയിൽ M⁻L⁻² എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതൂലേ, ആ ഒരു രീതിയിൽ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തെഴുതുക. ഇത് മാത്രമാണ് ഡയമെൻഷണൽ അനാലിസിസ് എന്നൊരു പാർട്ടോട് നമുക്കിതിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു സബ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഇതിലുള്ള ഡയമെൻഷണൽ ഫോർമുലയാണ് ഞാൻ ഡയമെൻഷണൽ അനാലിസിസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറിയാണ്ടൊന്ന് പറഞ്ഞു വയ്ക്കും. അതായത് LHS RHS ആക്കി എടുക്കാൻ ഞാൻ പറഞ്ഞു. ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് M എന്നത് മാസ്, L എന്ന് പറയുന്ന ലെങ്ത്ത്, T എന്ന് പറയുന്ന ടൈം, ഈ മൂന്നെണ്ണത്തിനെയും ബേസ് ചെയ്തുകൊണ്ടാണല്ലോ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എല്ലാം വരുന്നത്. അപ്പം ഈ മൂന്നെണ്ണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ M⁻ഇത്ര, L⁻ഇത്ര എന്നുള്ള രീതിയിലൊരു സമവാക്യത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫോർമുലേൻ്റെ രൂപത്തിൽ നമ്മൾ എഴുതുന്നുണ്ട്. ആ ഒരു സംഭവത്തിനെയാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡയമെൻഷണൽ ഫോർമുല. അതിൻ്റെ ഡെഫിനീഷൻ, അതായത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഡയമെൻഷണൽ ഫോർമുലേൻ്റെ ഡെഫിനീഷൻ ഞാനിവിടെ നിന്ന് വായിക്കാം. ഇനി അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ റിപ്ലൈ ഞാൻ കറക്റ്റായിട്ട് തരുന്നതാണ്. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഡെഫിനീഷൻ വായിക്കാം. Dimensional analysis is the process of determining the number of times each fundamental quantity appears in a derived quantity. ഇതൊറ്റയടിക്ക് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാക്സിമം മലയാളത്തിൽ ആദ്യം പറഞ്ഞ് തന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ മുഴുവനായിട്ടും കൂടി മനസ്സിലായില്ലെങ്കിലും അത്യാവശ്യം എന്താ സംഭവം എന്നുള്ള ഒരു ഏകദേശ പിടിപാട് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് എന്താണ് ഡയമെൻഷണൽ ഫോർമുല എന്നുള്ളതിൻ്റെ ഡെഫിനീഷനാണ് ഞാൻ വായിക്കുന്നത്. The expression showing which among the basic quantities and by how many times it occurs in a physical quantity, it is called dimensional formula. ഓക്കെ, ഈ ഭാഗം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്ന തരത്തിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ്
കറക്റ്റായിട്ട് ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ചോദ്യം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് 2 മാർക്ക് മേടിക്കാമല്ലോ. അപ്പം ഈ ഒരു ഭാഗം ഞാൻ ആദ്യം എൻ്റെ ഡെഫിനീഷൻ വായിക്കാം, അതിന് ശേഷം അതിനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. According to the principle of homogeneity of dimensions, the dimensional formula of each and every term on both LHS and RHS of an equation should be equal. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡയമെൻഷണൽ അനാലിസിസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൽ നമ്മൾ അതായത് ഡയമെൻഷണൽ ഫോർമുലയെ ഇപ്പുറം വേറൊരു ക്വാണ്ടിറ്റിയും തരികയാണെങ്കിൽ ഈ സൈഡിൽ LHS തന്ന ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ RHS തന്ന ഡയമെൻഷണൽ ഫോർമുലയും രണ്ടിൻ്റെയും ഏറ്റവും ബേസിക്കായ രൂപം എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുലയിൽ സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് സെയിം ആണെന്ന് നമുക്കൊരു ക്വസ്റ്റ്യനിൽ തന്നു, എന്നിട്ട് പ്രൂവ് ദാറ്റ് എന്നും പറഞ്ഞിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നോ ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ് വന്നതെന്ന് വെക്കുക. അപ്പം നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം LHSലുള്ളതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ കണ്ടെത്തുക, RHSലുള്ളതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം LHSും RHSും ഈക്വൽ ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം നമ്മൾ LHS ഈക്വൽ ടു RHS, അതുകൊണ്ട് ഇന്ന ക്വാണ്ടിറ്റി ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി. ഓക്കെ, സംഭവം പറഞ്ഞാൽ മനസ്സിലായി ഉണ്ടാവില്ല. അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. നമ്മൾ ഏതെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റീസ് ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുന്നത് വഴി നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന മെച്ചങ്ങൾ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്, ഇതാണ് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള പോയിൻറ്റ്. ഇനി ഒരൊറ്റ പോയിൻ്റ് കൂടി, ഈ ഒരു പോയിൻറ്റും പിന്നെ ഒരു പോയിൻ്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. എന്താണ് അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ ചെയ്താൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയാൽ അത് കറക്റ്റാണ് നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഡയമെൻഷണൽ അനാലിസിസ് നമ്മളെ സഹായിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബി ഡെഡ്യൂസ് ന്യൂ ഇക്വേഷൻ. പുതിയ ഇക്വേഷൻസ് രൂപീകരിക്കാൻ വേണ്ടി നമ്മളെ ഈ ഡയമെൻഷണൽ അനാലിസിസ് സഹായിക്കും. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഇപ്പം നമുക്ക് CGS സിസ്റ്റത്തിലുള്ള ഒരു കുറച്ച് യൂണിറ്റുകൾ തന്നതിന് ശേഷം അതിനെ നമ്മൾ FPS അല്ലെങ്കിൽ MKS സിസ്റ്റങ്ങളിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് CGSലുള്ളത് FPS-ലേക്കോ MKS-ലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് 3 പ്രധാനപ്പെട്ടത്. അതിൻ്റെ 4ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടു ഡ്രൈവ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡിഫറെൻ്റ് ആയ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ രൂപീകരിച്ച് അവ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ 4 അഡ്വാൻറ്റേജസ്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. അഡ്വാൻറ്റേജസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുള്ളൂ, എന്നാലും നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തതായിട്ട് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ്. അതായത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. അതായത് നമ്മൾ അദിശ അളവുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, 8ലൊക്കെ പഠിച്ച മലയാളം മീഡിയക്കാർ സദിശ അളവുകളും അദിശ അളവുകളും, അതായത് സഞ്ചരിക്കുന്ന ദിശ സ്വാധീനിക്കാത്ത അളവുകളും സഞ്ചരിക്കുന്ന ദിശ സ്വാധീനിക്കുന്ന അളവുകളും. ഉദാഹരണം, ഇപ്പം ദിശ സ്വാധീനിക്കാത്ത ഒരളവ് സ്പീഡിന് ദിശ സ്വാധീനിക്കുന്നില്ല, പക്ഷേ വെലോസിറ്റി പ്രവേഗം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് ദിശ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സദിശ അളവും അദിശ അളവും. ഇത്തരത്തിൽ ദിശ സ്വാധീനിക്കാത്ത സ്പീഡ് പോലുള്ള അത്തരത്തിലുള്ള ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിൽ
ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് അപ്ലിക്കബിൾ അല്ല. ഇനി രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ഡെഡ്യൂസ് ഇക്വേഷൻ വെർ നമ്പർ ഓഫ് വേരിയബിൾ ആർ മോർ ദാൻ 3. 3ൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പം ഇപ്പം നമ്മൾ മാസ്, ലെങ്ത്ത്, ടൈം ഈ 3 വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് 3ൽ കൂടുതൽ വേരിയബിൾസ് വരികയാണെങ്കിൽ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് നടത്താൻ പറ്റൂല. ഇനി മൂന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ഡെഡ്യൂസ് റിലേഷൻസ് വിച്ച് ഐദർ LHS ഓർ RHS ഹാവ് മോർ ദാൻ 1 ടേം. LHSഉം RHSഉം സെയിം ടേംസ് ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ ഡയമെൻഷണൽ അനാലിസിസ് വഴി ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ LHSലോ RHSലോ ഏതെങ്കിലും ഒന്നിൽ എക്സ്ട്രാ ഒരു ടേമും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ലിമിറ്റേഷൻസ്. അപ്പം നമ്മൾ 4 അഡ്വാൻറ്റേജസും 3 ലിമിറ്റേഷൻസും പഠിച്ചിട്ടുണ്ട്. അതേപോലെ എങ്ങനെയാണ് ഡയമെൻഷൻ കണക്കാക്കുക എന്നുള്ളതിൻ്റെ ഉണ്ട്. അപ്പം ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഡയമെൻഷൻസിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. കുറച്ച് ഡയമെൻഷൻസ് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ ഈ പാഠത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഡയമെൻഷൻസൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കൊന്നും വേണ്ട. ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് സ്റ്റെപ്പ് എഴുതിയിട്ട് അവസാനം നമ്മൾ പഠിച്ചു വെച്ച ഡയമെൻഷൻസ് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അരമാർക്കൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സ് കുറച്ചാലായി, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫുൾ മാർക്കിന് കിട്ടും. അപ്പം അത്തരത്തിൽ വേഗം ക്വസ്റ്റ്യൻസൊക്കെ എഴുതി നമുക്ക് എക്സാമിൽ നിന്ന് തടി തപ്പാൻ പറ്റും. അപ്പോൾ അത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഡയമെൻഷൻസിൻ്റെ ലിസ്റ്റും കൂടി ഞാൻ PDF അറ്റാച്ച് ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്നില്ല, PDF അറ്റാച്ച് ചെയ്യുക. ആവശ്യമുള്ളവർ ആ PDF ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നോക്കിയിട്ടോ, PDFൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാവുന്നതാണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന സകല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ പാഠഭാഗത്തു നിന്ന് വരാനില്ല. അത് ഫോക്കസ് ഏരിയ ഉണ്ടാവും, നോൺ ഫോക്കസ് ഏരിയ ഉണ്ടാവും അതിൽ. അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട ഫോക്കസ് ഏരിയയാണ് നിങ്ങൾ ഊന്നി പഠിക്കേണ്ട ഭാഗം. നോൺ ഫോക്കസ് ഏരിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് JEE പോലുള്ള എക്സാംസിന് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പാർട്ടും കൂടി നോക്കണമെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയ പാർട്ട് മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, പ്ലീസ്. എന്താ പറയുക, നമുക്ക് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിരുന്നതിന് എൻ്റെ ഒരു സഹായമായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ നീരജ് സുരേഷൻ സൈനിങ് ഓഫ്.